GLPS Payanadam School Radio. Hello dear friends, I am Krishna Kumar Mash. Welcome to Day 2 of Come Let's Talk. കൂട്ടുകാരെ, ഞാൻ കൃഷ്ണകുമാർ മാഷ്. കം ലെറ്റ്സ് ടോക്കിൻ്റെ രണ്ടാം ദിനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, ഇംഗ്ലീഷ് ഭാഷ പരിശീലിക്കാൻ തുടങ്ങിയോ? നമ്മൾ ഇന്നലെ കൈകാര്യം ചെയ്ത പാഠഭാഗം ഏതായിരുന്നു? നിങ്ങൾക്ക് ഒരു പേനയോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മറ്റുള്ളവരിൽ നിന്നും കിട്ടണം അല്ലെങ്കിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഒരു സഹാഭ്യർത്ഥന എങ്ങനെ നടത്തും എന്നതിൻ്റെ ഒരു രൂപമാണ് നിങ്ങൾ ഇന്നലെ പരിശീലിച്ചത്, അല്ലേ? എന്തായിരുന്നു അത്? ക്യാൻ ഐ ഗെറ്റ് എ പെൻ? മേ ഹാവ് എ പെൻ? ഇങ്ങനെയാണ് നമ്മൾ പരിശീലിച്ചത്, അല്ലേ? ഇനിയും പല രീതിയിൽ നമുക്കത് ചോദിക്കാൻ കഴിയും. എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഷാൽ ഐ ഗെറ്റ് എ പെൻ? ഷാൽ ഐ ഹാവ് എ പെൻ? ഇങ്ങനെ ചോദിച്ചാലും മതി. ഇത് നിങ്ങൾ പൊതുവായി നടത്തുന്ന ഒരു അഭ്യർത്ഥനയാണ്. കുറേ ആളുകളുള്ളപ്പോൾ അവരോട് പൊതുവായി നമുക്കിങ്ങനൊരു അഭ്യർത്ഥന നടത്താം. ആർക്ക് എനിക്കൊരു പേന തരാൻ കഴിയും എന്ന രീതിയിലുള്ള ഒരു അഭ്യർത്ഥനയാണ്. എന്നാൽ ഒരു പ്രത്യേക വ്യക്തിയോടാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് മറ്റൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം. വിൽ യു പ്ലീസ് ഗെറ്റ് മി എ പെൻ? വിൽ യു പ്ലീസ് ഗെറ്റ് മി എ പെൻ? ഒരു വ്യക്തിയോട് മാത്രമായി നമ്മൾ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? പേനയുണ്ടെങ്കിൽ നിങ്ങൾക്കത് നൽകാം. എങ്ങനെയാണ് പറയുക? യെസ് ഹിയർ യു ആർ. യെസ് ഹിയർ യു ആർ. ഹിയർ യു ആർ എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇത് നൽകുന്നു, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് എടുക്കാം എന്ന രൂപത്തിലുള്ള ഒരു മറുപടിയാണ്. യെസ് ഹിയർ യു ആർ. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് പ്ലീസ് ടേക്ക് ഇറ്റ്. ഓഫ് കോഴ്സ് പ്ലീസ് ടേക്ക് ഇറ്റ്. ഇങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും മറുപടി നൽകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചത് എങ്ങനെയാണ്? വിൽ യു പ്ലീസ്, അല്ലെങ്കിൽ വെറുതെ പ്ലീസ് ഗെറ്റ് മി എ പെൻ ഓർ പ്ലീസ് ഗിവ് മി എ പെൻ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ. ഇനി കൂടുതൽ പൊളൈറ്റായിട്ട് നമുക്ക് ഈ ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കാം? കുഡ് യു പ്ലീസ് ഗെറ്റ് മി എ പെൻ? കുഡ് യു പ്ലീസ് ഗിവ് മി എ പെൻ? കുഡ് യു പ്ലീസ് ഗെറ്റ് മി എ പെൻ? കുഡ് യു പ്ലീസ് ഗിവ് മി എ പെൻ? ഈ രീതിയിൽ ചോദിക്കുമ്പോൾ അത് കുറച്ചുകൂടി ആർദ്രമായി മാറുന്നു. അങ്ങനെ ചോദിക്കുന്നതായിരിക്കും വളരെ നല്ലത്. കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരഭ്യർത്ഥന നടത്തേണ്ടതെന്ന്? അത് ചോദിക്കുന്ന ആൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എങ്ങനെ മറുപടി പറയാം? യെസ്, ഓക്കെ, ഓഫ് കോഴ്സ്, ഹിയർ യു ആർ, പ്ലീസ് ടേക്ക് ഇറ്റ് എന്നൊക്കെ മറുപടി പറയാം. ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിങ്ങളെ സഹായിക്കാനൊരു പേനയോ പെൻസിലോ തരാനില്ലെങ്കിൽ എന്ത് മറുപടി പറയാം? സോറി, ഐ ഡോണ്ട് ഹാവ്. സോറി, ഐ ഡോണ്ട് ഹാവ്. അല്ലെങ്കിലോ സോറി, ഐ എം ഹെൽപ്ലെസ്. സോറി, ഐ എം ഹെൽപ്ലെസ്. ഓക്കെ. കൂട്ടുകാരെ നോക്കൂ, സോറി, SORRY, സോറി. പക്ഷേ പറയേണ്ടത് അങ്ങനെയല്ല. സോറി, റായും ഴായും ചേർന്ന ഒരു ഉച്ചാരണം. സോറി. സോറി, ഐ ഡോണ്ട് ഹാവ്. സോറി, ഐ ഡോണ്ട് ഹാവ്. ഓക്കെ. അതുപോലെ സോറി, ഐ എം ഹെൽപ്ലെസ്. ഐ ആം ഹെൽപ്ലെസ് എന്നാണ്. അങ്ങനെ നീട്ടിപ്പരത്തി പറയേണ്ടതില്ല. സോറി, ഐ എം ഹെൽപ്ലെസ്. ഓക്കെ. ഈ രീതിയിൽ കൂട്ടുകാർ ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ. അതുപോലെ നോക്കൂ, പെൻ, PN, പെൻ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പി എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ഫ എന്നാണ്. ഫ. അപ്പോൾ നമ്മൾ പറയുന്നത് പെൻ, പവർ, പീപ്പിൾ, പ്രസൻറ്റ്, പബ്ലിക്. ഓക്കെ. അങ്ങനെ വാക്കുകൾ നല്ല രീതിയിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനും കൂട്ടുകാർ മറക്കരുതേ. അപ്പോൾ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഒരു വ്യക്തിയോടാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാം? വിൽ യു പ്ലീസ് ഗിവ് മി എ പെൻ? വിൽ യു പ്ലീസ് ഗെറ്റ് മി എ പെൻസിൽ? കുഡ് യു പ്ലീസ് ഗിവ് മി എ പെൻസിൽ? കുഡ് യു പ്ലീസ് ഗെറ്റ് മി എ പെൻ? ഈ രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മറുപടി എങ്ങനെയൊക്കെ ആവാം? ഉണ്ടെങ്കിൽ എങ്ങനെ പറയാം? യെസ്, ഡെഫിനറ്റ്ലി, ഷുവർലി, ഹിയർ യു ആർ എന്നൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് അത് നൽകാം. ഇനി നിങ്ങൾക്ക്
അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിൽ ആവശ്യപ്പെട്ട സാധനം ഇല്ലെങ്കിൽ എങ്ങനെയാണ് മറുപടി പറയുന്നത്? സോറി ഐ ഡോണ്ട് ഹാവ്. സോറി ഐ ഡോണ്ട് ഹാവ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? സോറി ഐ എം ഹെൽപ്ലെസ്. സോറി ഐ എം ഹെൽപ്ലെസ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണേ. ഏവർക്കും ഇംഗ്ലീഷ് ഭാഷ അനായാസകരമായി കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ എന്ന ആശംസയോടെ കം ലെറ്റ്സ് ടോക്കിൻ്റെ 2ാം ദിനം സമാപിക്കുന്നു.